ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും നല്ല ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് കേട്ടോ. ലോണ്ട്രി ബാഗ് ഉണ്ടാക്കുകയാണ്. അതും നമ്മളെ വീട്ടിലെ അരിച്ചാക്കും അതുപോലെ തന്നെ പഴയ ഒരു ക്ലോത്തും വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് തുടക്കക്കാർക്ക് പോലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കല്ലേ. അപ്പോൾ ഞാൻ പഴയ ഒരു നൈറ്റി കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ വിരിച്ചിടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു റൗണ്ട് അളവെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഒഴിവാക്കിയ പഴയ ഫാനിൻ്റെ ഒരു ഫ്രണ്ടേജാണ് എടുത്തിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്യുകയാണ്. റൗണ്ടിൽ നമുക്കൊന്ന് അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ അളവെടുക്കാം. റൗണ്ടിൽ പഴയ പാത്രമോ അടപ്പോ ഒക്കെ വെച്ചിട്ട് അളവെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ചൊരു വലുത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് വലുപ്പത്തിൽ എടുക്കണത് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ലിഡോ എന്തെങ്കിലും വെച്ചങ്ങാണ്ടൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അളവെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഈ റൗണ്ടിൻ്റെ ഒരു അരഞ്ച് കുറവിൽ നമുക്കൊരു കാർഡ്ബോർഡ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അതും നമ്മളിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് പീസിൻ്റെ നടുക്ക് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ അരികൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലോണ്ട്രി ബാഗിൻ്റെ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ്ബോർഡ് കഷ്ണം വെക്കണത് കേട്ടോ. ഇതില്ലാതെയും ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്താം. അപ്പോൾ നമുക്കൊരു ചാക്കിൻ്റെ രൂപത്തിലായിരിക്കും കിട്ടുക. ഇത് ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ കാർഡ്ബോർഡ് കഷ്ണം വെക്കുകയാണെങ്കിൽ നല്ല ശരിക്ക് ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ അളവെടുക്കണം. അപ്പോൾ നമ്മൾ ടാപ്പ് വെക്കണ ഭാഗത്ത് ചോക്ക് കൊണ്ടോ എന്തെങ്കിലും ഒരു അടയാളം വെക്കണം. അപ്പോൾ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ചോക്ക് വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ റൗണ്ടിലൊന്ന് പിടിച്ചിട്ട് അതിൻ്റെ അളവ് കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു അരിൻ്റെ ചാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമ്മൾക്ക് ഇതിൻ്റെ അടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡും കൂടി കട്ട് ചെയ്ത ശേഷം നമ്മളത് നിർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ മൊത്തം 53.5 ഇഞ്ചാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ആ ഒരു ചാക്ക് കൊണ്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ചാക്കും കൂടി എടുത്തിട്ട് നീളത്തിൽ വെച്ചിട്ട് നമ്മളത് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. രണ്ട് ചാക്കും കൂടെ ഇങ്ങോട്ട് നമ്മളെ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ചെറിയ ലോണ്ട്രി ബാഗ് ഉണ്ടാക്കുന്നവർക്ക് ഒരു ചാക്ക് കൊണ്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ചെറിയ അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ അളവിൽ ഒരു തുണിൻ്റെ കഷ്ണം വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു പഴയ ബെഡ്ഷീറ്റ് കീറിയിട്ടുണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ 4 സൈഡും നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ 2 സൈഡ് ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അടിക്കണുണ്ട് കേട്ടോ. ഇതുപോലെ മടക്കി വെച്ചിട്ട് അടിക്കുന്നുണ്ട്. ബാക്കി 2 സൈഡും മേലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതേപോലെ മടക്കി വെച്ച് അടിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ 4 സൈഡും അടിച്ചു. ഇനി വേണ്ടത് 2 സൈഡും കൂടി കൂട്ടി അടിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഭാഗവും കൂടി നമുക്കിത് കൂട്ടിയടിക്കാം. അപ്പോൾ 2 സൈഡും ഇതിവിടെ കൂട്ടിയടിച്ചിട്ടുണ്ട്. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ നമ്മളെ ലോണ്ട്രി ബാഗ്. ഇനി നമ്മൾ അടിഭാഗം നമ്മൾ മാറ്റി വെച്ച കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചങ്ങാണ്ട് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്കിത് മേലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം.
സ്റ്റിച്ച് ചെയ്ത ഭാഗം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ലോണ്ട്രി ബാഗിൻ്റെ പണി. വെറും ഒരു 10 മിനിറ്റ് മതി. നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഒന്ന് തുന്നിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിനൊരു ഹാൻഡിൽ വേണമെങ്കിൽ വെക്കാം. അതുപോലെ തന്നെ അടിഭാഗം അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ തുമ്പ് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം വെച്ചിട്ട് നമുക്കിത് കൂട്ടിയടിക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഹാൻഡിൽ വെക്കാനായിട്ട് ഞാൻ 2 പീസ് എടുത്തിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചുകൊണ്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ലോണ്ട്രി ബാഗിൻ്റെ പണി കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏത് വലുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എത്ര തുണികളും മറ്റുള്ള വേസ്റ്റുകളും ആണെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്